കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇൻഫ്ലുവൻസയെ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, വിശദാംശങ്ങൾ. SKN 9 വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയാണ് ഈ കുട്ടിക്ക് ബാധിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഓഗസ്റ്റ് 14-നായിരുന്നു ഇത്തരത്തിൽ അനയെ പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പിന്നീട് ആരോഗ്യനില മോശമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റിയില്ല. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വൈകുന്നേരം മാറ്റിയെങ്കിലും അപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ ചികിത്സ ലഭിച്ചില്ല, അല്ലെങ്കിൽ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്ന ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ചികിത്സാ പിഴവ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ഈ അനയുടെ പിതാവ് സനൂപ് ആക്രമിച്ചത്. ആ സനൂപ് ആക്രമിക്കാൻ കാരണമായി ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു പോസ്റ്റ്മോർട്ടം പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു കാര്യം തന്നെയായിരുന്നു പ്രാദേശികമായും അവിടെ ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഡോക്ടറെ ആക്രമിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഈ കുടുംബം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവരടുത്ത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല ഈ കുട്ടിയുടെ മരണകാരണം എന്ന ഒരു കാര്യമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ സനൂപിന്റെ മാനസിക നില വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഇത്തരത്തിൽ ഈ ഡോക്ടറെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നും ഈ സനൂപ് ഈ വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ സനൂപ് പറഞ്ഞ ഒരു കാര്യം എന്നത് തൻ്റെ കുട്ടി മരിച്ചത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണം, അതുമാത്രമാണ് തനിക്ക് വേണ്ടത് എന്ന ഒരു കാര്യമായിരുന്നു. വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ സനൂപ് പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോഴും എങ്ങനെയാണ് കുട്ടി മരിച്ചത് എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ന്യൂമോണിയ കാരണമാണ് കുട്ടി മരിച്ചത്, അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്നത്. അപ്പോഴും അവിടെ ചോദ്യചിഹ്നമാവുന്നത് ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്, കൃത്യമായി കുട്ടിക്ക് ചികിത്സ ലഭിച്ചോ എന്നുള്ളതാണ്. അതിന് കൃത്യമായൊരു അന്വേഷണം വേണം എന്ന് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ കുട്ടിയുടെ കുടുംബം എന്തുതന്നെയായാലും കോടതിയെ സമീപിക്കാൻ, അതായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. SKN. ഓക്കെ, മിഥില ബാലൻ നിൽക്കുന്ന സ്ഥലത്ത് മഴ കനക്കുന്നുണ്ട്. അപ്പോൾ മിഥില ബാലനാണ് ഈ വിവരം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.